കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ചിക്കൻ ഇലയടയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി എടുത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ നന്നായിട്ട് ചൂടുവെള്ളം നല്ലോണം തിളയ്ക്കേണ്ട, തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. നല്ല കുഴച്ചെടുക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളി, നമുക്ക് ചിക്കൻ ഇലയടയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉള്ളി എടുത്ത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു അത്യാവശ്യം നന്നായിട്ട് വഴണ്ടെടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പുറത്ത് പോകും കേട്ടോ. എപ്പോഴും ഞാൻ പറയും നന്നായിട്ട് വഴറ്റണ്ട, കുറച്ചൊരു ഇത് എന്നാണ് പറയുക, പക്ഷേ ഇത് കുറച്ച് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില നല്ല ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് ഗരം മസാല നന്നായിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗരം മസാല ഇടുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല ഗരം മസാല ഇട്ട് എരിവിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇടാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിലയും ഇട്ടു, രണ്ടും ഇടുന്നുണ്ട്. മല്ലിച്ചപ്പും ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞത്. അതിനുശേഷം നമ്മൾ ചിക്കൻ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുത്തത്. ഇതാണല്ലോ നമ്മുടെ മെയിൻ ആൾ, ചിക്കൻ കൊണ്ടടുത്തത് ചിക്കനല്ലേ മെയിൻ ആൾ. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ മാവിന് ഉരുളകളാക്കി വെച്ച് ഒരു ഇലയെടുത്ത് നമ്മൾ പ്രസ്സിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പ്രസ്സിങ്ങിൽ പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് തേച്ച് ഇങ്ങനെ സെറ്റാക്കാണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രസ്സിങ്. ഇതിൽ നന്നായിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്യണേ. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇലയിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇലയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലാവും. അതിനിങ്ങനെ സൈഡ് ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പണി. അടിപൊളി എളുപ്പമല്ലേ. അപ്പോൾ നമ്മളൊരു ഇഡ്ഡലിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എണ്ണ അങ്ങനെ ഒഴുകി പോകും, ഉള്ളിലത്തെ ശർക്കരയും പുറത്ത് പോവില്ല എന്നാട്ടോ. അപ്പോൾ ഒന്ന് പുതിന ചായയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.